വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഒന്ന് രണ്ടിടം വരെ പോകാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നേരെ ആസ് യൂഷ്വൽ ടീ സ്പോട്ടിൽ പോയിട്ട് ഞാൻ ഇപ്രാവശ്യം സ്ലൈസാണ് കേട്ടോ കുടിച്ചത്, അല്ലെങ്കിൽ ചായ കോഫി എന്തെങ്കിലുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തത് ഒന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് മറൈൻ ഡ്രൈവിലൊരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. കുറേ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് കാണാൻ പോകാമെന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ നേരെ ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ആദ്യം തിരക്കൊന്നും ഉണ്ടായില്ല, ഞങ്ങൾക്ക് റോഡിൽ അങ്ങനെ തിരക്കൊന്നും അധികം കിട്ടിയില്ലായിരുന്നു. നല്ല സ്മൂത്തായിട്ട് തന്നെ പെട്ടെന്ന് എത്താൻ പറ്റുമായിരുന്നു. കുറച്ച് നേരം ഈ എടപ്പള്ളി അവിടെ ഏതൊരു ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിൻ്റെ ആ സൈഡിലേക്ക് എത്തി. ഭയങ്കര എന്താ പറയുക, എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നല്ല നല്ല വീഡിയോസൊക്കെ എൻ്റെ കണ്ടേ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു റോബോട്ട്, അതുപോലെ തന്നെ ഒരു വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഒരു എക്സിബിഷനായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വെച്ച് ചെന്നതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അടപടലും ഞങ്ങൾ മൂഞ്ചിയായിരുന്നു. കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസേ അവിടെ ഉണ്ടായില്ല. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. കുറേ നേരം നിന്നിട്ടും ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റില്ല. ഭയങ്കര എന്താ പറയുക, അത്രയും ആഗ്രഹിച്ച് പോയതാണ്. പിന്നെ വേറൊരു ദിവസം എന്ന് പറഞ്ഞാൽ വീക്ക് ഡേയ്സിൽ ചെല്ലാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ വീക്കെൻഡിലാണല്ലോ, ഞങ്ങളൊരു സൺഡേ ആണല്ലോ പോയത്. അപ്പോൾ അത് അങ്ങനെ മാറ്റി. എന്നിട്ട് നേരെ നമ്മൾ മെയിൻ സ്പോട്ട് ഇവിടെ പോകാനായിട്ടാണ് മെയിനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു പ്ലേസിൻ്റെ ചെറിയൊരു ഷോട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അല്ലാത്തവർക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മുടെ എറണാകുളത്ത് തന്നെയാണ്. നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് കണ്ടെയ്നർ റോഡിൽ നിന്ന് നമ്മളൊരു പാലം ഇറങ്ങി വരുമ്പോൾ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. പിഴലാന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് എക്സാക്റ്റ് അവിടെ പോയി ചെന്ന് കയറാം. ഗൂഗിൾ മാപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ അത്. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ചതാണ്. എൻ്റെ ഹസ്ബൻഡ് ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, ഇത് വൈറലാവണതിന് മുമ്പേ. പക്ഷെ ഞാൻ ഇത് ഇപ്പോഴാണ് പോണേ. അങ്ങനെ നമ്മൾ നമ്മുടെ മറ്റേ വല്ലാർപാടം റോഡില്ലേ, ആ റോഡിൽ കൂടിയാണ് ഇപ്പോൾ പോണത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്ന്, അവിടെ സൈഡിൽ തന്നെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടേക്ക് നിന്ന് ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ എന്താ പറയുക നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്കൈ ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. കാരണം ചെറിയൊരു മഴയും വെയിലൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. നമുക്ക് എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൈമറ്റായിരുന്നു. അല്ലാണ്ട് ഭയങ്കര മഴ ഭയങ്കര വെയിൽ അത് രണ്ടും അല്ലായിരുന്നു. അതിൻ്റെ ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കാരണം നല്ലൊരു പോസിറ്റീവ് ഫീൽ കിട്ടും നമുക്ക്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോണത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്താറായെന്ന് തോന്നണേ. അപ്പോൾ ഈ പറയുന്നോട്ട് ഹസ്ബൻഡ് നേരത്തെ പോയത് കാരണം ഞങ്ങൾക്ക് വഴി അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടായില്ല, നേരെ എത്താറുന്നു. അല്ലെങ്കിൽ ഈ ഒരു വഴി നമുക്ക് എത്താനായിട്ട് ഭയങ്കര എളുപ്പം കേട്ടോ. അത്ര ടാസ്ക് ഒന്നുമല്ല. നേരെ മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്താൽ മതി, എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ കരുതിയത് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, ആൾക്കാരൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സ്പോട്ടായിരിക്കുന്നു. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പോഴാണ് നമുക്ക് ഭയങ്കര റഷായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വീക്കെൻഡാണ്. നമ്മൾ മറൈൻ ഡ്രൈവ് കണ്ടുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു. ഫാമിലീസാണ് കൂടുതലും വന്നത്, പിന്നെയും ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായി അവിടെ എന്താ പറയുക വിസിറ്റ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനാണ്. കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഇതിന് മെയിനായിട്ട്. നമ്മൾ എവിടെ പോയി ഫോട്ടോ എടുത്താലും ഈ ഒരു പിഴല എന്ന് പറയുന്ന സ്പോട്ടിൻ്റെ എവിടെ പോയി ഫോട്ടോ എടുത്താലും നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അങ്ങനെ നമ്മൾ ആ ഒരു മെയിൻ എൻട്രൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കടയുണ്ട്. അപ്പോൾ ചിലർ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാൻ വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിരുന്ന് കഴിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട്. ഇത് നല്ല റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ അകത്തേക്കൊന്നും കയറില്ല. ഞാനൊരു ഫ്രൂട്ടി കുടിച്ചിട്ട് നേരെ അവിടെ നിന്നു. എന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നടന്നു പോയാലാണ് ഇതിൻ്റെ പിഴലയുടെ ആ ഒരു വ്യൂ പോയിൻറ്റ്സ് ഇല്ല, അതിൻ്റെ എൻട്രി നമുക്ക് എന്താ പറയുക കാണാൻ പറ്റുന്നത്. കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. അപ്പോൾ നടക്കാൻ ഇഷ്ടമില്ലാത്തൊരു മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നടന്ന് തന്നെ കാണണം. വണ്ടിയൊന്നും അങ്ങനെ പോകില്ല. ബൈക്കൊക്കെ പോകണമെന്നാൽ ഈ ഒരു എൻട്രൻസിൽ നിന്ന് അങ്ങോട്ട് ബൈക്ക് പോകില്ല. അവിടെ സേവിയേഴ്സ് ഫാം എന്ന് പറയുന്നൊരു മെയിൻ എൻട്രി ഉണ്ട്. അവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണത്.
അപ്പോൾ പെർ പേഴ്സൺ 20 റുപ്പീസായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 40 റുപ്പീസാണ് ആയത്. അങ്ങനെ ഈ ഒരു സംഭവം ഇതിന് പറയുക, നമ്മുടെ പണ്ടത്തെ ഈ പാടത്തിൻ്റെയൊക്കെ നടുക്ക് റെസ്റ്റ് എടുക്കാനായിട്ടൊരു സംഭവം, പേര് ഞാൻ മറന്നുപോയി. ആ കണക്കിനായിരുന്നു ഇത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ കയറുക. അപ്പോൾ അവിടെ ആ ഒരു എംബ്ലോക്ക് ഉണ്ട് കേട്ടോ, ഐ ലവ് പിഴല എന്നൊക്കെ പറഞ്ഞ്. നല്ല രസമുണ്ട് കാണാനായിട്ടൊരു, എന്താ പറയുക, ഒരു ചെറിയൊരു മിനി ആലപ്പുഴ വൈബൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല രസമുണ്ടായി കാണാനായിട്ട്. മെയിനായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ ഫോട്ടോസൊക്കെ ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലൊരു സ്പോട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുള്ളൂ നമുക്ക് നടക്കാനൊക്കെ ആയിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ഈ ബോട്ടിങ്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ, നല്ല തിരക്ക്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഫുഡിൻ്റെ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്പോട്ടുണ്ട്. മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ വ്യൂ ആണ് ഇഷ്ടപ്പെട്ടത്. എവിടെ നോക്കിയാലും നല്ല ഫ്രെയിമാണ് കാണുന്നത് നമുക്ക് എടുക്കാനായിട്ടും. അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ എറണാകുളത്തുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കുക, നഷ്ടമാവില്ല. 20 രൂപ എന്തായാലും നഷ്ടമാവില്ല, കണ്ടുവരാം. പക്ഷെ തിരക്കാണെങ്കിൽ ഇച്ചിരി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വരില്ല. പിന്നെ ഈവനിങ് നമ്മൾ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈവനിങ് നൈറ്റൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആ ഒരു ചെറിയൊരു വെയിലേ ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് നൈസായിട്ട് അവിടെ കയറി ഇറങ്ങിയൊക്കെ വരാം. അപ്പം ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ നമുക്ക് പിഴലയിലെ വിശേഷം എന്ന് പറയാനായിട്ട്. പിന്നെ ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പോവാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കാട്ട്, ഇഷ്ടപ്പെടും എന്തായാലും. പിഴല എന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിൾ മാപ്പിൽ, എന്തായാലും അവിടെ തന്നെ എത്തിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പിഴലയിലെ മെയിൻ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ബൈ.